ആ 10 മീനോട് രണ്ടും വേണം. അപ്പൊ രണ്ടുകൂടെ പോകാം. ബാബുൽ ആര്യത്തി തസ്ഹു, ആര്യത്ത് ശരിയാവും. മിങ്കുല് ജായിസി തസറുഫി, ക്രയവിക്രയം ജായിസാകുന്ന എല്ലാവരിൽ നിന്നും വായ്പ കൊടുക്കും. മനസ്സിലായി? മാലിക്കിൻ ലിൽ മൻഫഅത്ത്, ഞാനൊരു സാധനം വായ്പ കൊടുക്കുകയല്ലേ, അപ്പൊ ആ മൻഫഅത്ത് എനിക്ക് മിൽക്കായതാണ്. ഞാനൊരു വീട് ഒരാൾക്ക് വായ്പ കൊടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫോൺ വായ്പ കൊടുക്കുന്നു, അല്ലെങ്കിൽ സൈക്കിൾ വായ്പ കൊടുക്കുന്നു, അതിന്റെ ഉപകാരം എനിക്കുള്ളതാണ്. അപ്പൊ എനിക്കെന്ത് ചെയ്യാം? അതിന് വേറൊരാൾക്ക് വലൗബി ഇജാറത്തിൽ, ഞാനത് ഉപകാരപ്പെടുന്നത് ഞാൻ വേറെടുത്ത് കൂലിക്കെടുത്തല്ല. ഞാനൊരു കൂലിക്ക് എന്ത് ചെയ്തു? കുറെ മൺവെട്ടി എടുത്തു. അപ്പൊ അതിന്റെ മൻഫഅത്ത് എനിക്ക് മിൽക്കാണ്. ഞാൻ അവിടെ മൺവെട്ടി എടുത്ത് ഇവിടെ പണി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അപ്പുറത്തെ കാക്കാന്ന് ചോദിച്ചു, മോനെ ആ മൺവെട്ടി ഞാനെന്ന് പറഞ്ഞ ഞാൻ കൊണ്ടു തരുന്നു. തിരിഞ്ഞല്ല, ഞാനീ സാധനം വെച്ചേക്കുന്ന ഏതാ? കൂലിക്കെടുത്തിട്ട് വെച്ചേക്കും, വാടകയ്ക്കെടുത്ത് വെച്ചേക്കും. ഞാൻ ഈ വാടകയ്ക്കെടുത്ത് വെച്ചേക്കുന്ന ബൈക്കാണ് ആരും ഒന്ന് ചോദിക്കുന്നത്. അതാ മുന്നോട്ടെന്ന് പറഞ്ഞു, അത് പോയിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. യജൂസ് അനുവദനീയമാകും ഇജാറത്തു തുല്യമ, ഒന്നല്ലാത്തിനെയും വായ്പ കൊടുക്കാൻ പറ്റും. എങ്ങനത്തെ ഒന്നാണ്? യുന്തകവി ആവുന്നതുകൊണ്ട് പ്രയോജനം എടുക്കപ്പെടാൻ പറ്റും. മഅ ബഖായി ഐനി, അതിന്റെ ദാത്ത് ബാക്കിയാകലോട് കൂടെ. ഞാൻ തൂമ്പ് കൊടുക്കാം, ബൈക്കെല്ലാം കൊടുക്കാം, ബൈക്ക് നഷ്ടപ്പെടുത്തലില്ല. മെഴുകുതിരി വായ്പ കൊടുക്കാൻ പറ്റില്ല, കാരണം അതിന്റെ ദാത്ത് അവിടെ ബാക്കിയാവോ? വെള്ളം വായ്പ കൊടുക്കാൻ പറ്റില്ല, ദാത്ത് ബാക്കിയാവോ? തിരിഞ്ഞോ? അപ്പൊ ദാത്ത് ബാക്കിയാകണം, അത് നിബന്ധനയോട്. ബിശറത്തി ലഫ്ദിൻ മിൻ അഹദിഹിമ, വായ്പ കൊടുക്കുന്നവൻ, സ്വീകരിക്കുന്നവൻ, മുസ്തഈർ മുഈർ, വായ്പ തേടുന്നവൻ, വായ്പ കൊടുക്കുന്നവൻ, ഇവ ഒരാളിൽ നിന്നുള്ള ലഫ്ദിന്റെ നിബന്ധനയോടുകൂടെ. അവൻ ബൈക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോവാണ്, അപ്പൊ വായ്പ മേടിച്ചാണ്. ബൈക്കുകാരൻ പറഞ്ഞു 2 പേരല്ലാതെ 3 കയറ്റാൻ പാടില്ല. സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് വായ്പ എടുത്താണ്, അയാളും പറഞ്ഞു 2 പേര് അതിനെ പറ്റും, ഒരാളെ കയറ്റാൻ പാടില്ല. അതിനൊക്കെ ബൈക്ക് ഇവിടെ മുതൽ 100 കിലോമീറ്റർ ഓടാനുള്ള അധികാരം ഇതിനൊക്കെയുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നോണം എന്റെ ഓട്ടം, എന്നാ അവിടെ നിന്നോണം, അതിനപ്പുറത്തോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാൻ പോകുന്നത്. ബിഹി, ആ ആര്യത്ത് കൊണ്ട് പ്രയോജനമെടുക്കണം. ബിഹി എന്നുള്ളത് ആര്യത്തില്ല, മുആറായ സാധനം, വായ്പ എടുത്ത സാധനം. മനസ്സിലായില്ലേ? ഒരു മുആറുണ്ട്, ഒരു മുസ്തഈറുണ്ട്, ഒരു മുഈറുണ്ട്. വായ്പ കൊടുത്തവനുണ്ട്, വായ്പ എടുത്തവനുണ്ട്, പിന്നെന്തുണ്ട്? മുആറുണ്ട്. മനസ്സിലായില്ലേ? അതിന്റെ ആ പ്രവർത്തിക്കാണ് ഇസ്തിആറത്ത് എന്ന് പറയും, ഇടപാടിന് ഇസ്തിആറത്ത് എന്ന് പറയും. ഇടപാടിന് ഇസ്തിആറത്ത്, ഇസ്തിആറായ സാധനത്തിന്റെ പേര് മുആർ. കൊടുത്തവൻ മുഈർ, എടുത്തവൻ മുസ്തഈർ. ബിഹി, മുആർ കൊണ്ട് പ്രയോജനമെടുക്കപ്പെടണം. അല്ലെ യന്തഫിഉ മുസ്തഈർ പ്രയോജനമെടുക്കണം. ബിഹി, മുആർ കൊണ്ട്, ബിഹസബിൽ ഇതിന് അനുവാദത്തിന്റെ കണക്കനുസരിച്ച്. അപ്പൊ പ്രവർത്തിക്കണം. അൽ മഅ്ദൂനു ഫീഹി, ഏതൊന്നിലാണ് അനുവാദം കിട്ടപ്പെട്ടത് ആ ഒന്നിൽ പ്രവർത്തിക്കണം. അൽ മഅ്ദൂനു അല്ലദീ യൂദനു ഫീഹി എന്നതിന്റെ അർത്ഥം. അല്ലെങ്കിലോ മിസ്ലുഹു, അല്ലെങ്കിൽ അതുപോലത്തതും പ്രവർത്തിക്കാം. നിങ്ങൾ 2 പേര് വയ്ക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടുപേരെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂട്ടുകാരനോ, അല്ലെങ്കിൽ എന്നെപ്പോലെ വേറെ 2 പേരും ആകാം. ഔ ദൂനോ, അല്ലെ അതിന് താഴെയുള്ളത്. എപ്പോഴില്ല എൻഹ, ആ മുഈർ നിരോധിച്ചാൽ ഒഴിച്ച്, ഹു മുസ്തഈറിനോട്, അനിൽ ഗൈർ, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ, നീ വേറെ ആർക്കോടെ അനുവാദം. ഫൈൻകാല, അപ്പൊ ഒരാൾ പറഞ്ഞു ഭൂമിയാണ് വാടകയ്ക്കെടുത്തത്, ഞാൻ ഭൂമി വായ്പ തന്നത്, ഒരാൾ എനിക്ക് ഭൂമി വായ്പ തന്നു, ഭൂമി തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ നെല്ല് നട്ടു. നെല്ലേ നടാൻ പറ്റും, ഗോതമ്പ് നടാൻ പാടില്ല, അതതിനർത്ഥം. ഫൈൻകാല, അപ്പോൾ ആ മുഈർ പറഞ്ഞു ഇസ്റഅ ഹിന്ദത്തൻ, ഗോതമ്പ് കൃഷി ചെയ്തു. എന്നാ ജാസ അശ്ശഈർ, ബാർലിയും പറ്റും, കാരണം ഗോതമ്പിനേക്കാൾ താന്നതാണേത് ഷഈർ.
ഫലാക്കുസു ഷഈർ കൃഷി ചെയ്തോ, അപ്പൊ എന്തേ പറ്റില്ല, ഒന്നും പറ്റില്ല. തിരിഞ്ഞോ പൈങ്കാല. അപ്പൊ ഒരാൾ പറഞ്ഞു ഇസ്രായേൽ എന്ന് പറഞ്ഞു കൃഷി ചെയ്തോളം പറഞ്ഞു. അപ്പൊ എന്നും കൃഷി ചെയ്യാൻ പറ്റും. എന്നാൽ സറഅ ആ മുസ്തഈറിന് കൃഷി ചെയ്യാം. മശാ ഫൈൻ റജഅ ഖബല വഖത്തിൽ ഹസാദി. അവൻ ഭൂമി വായ്പ വന്നവൻ, ഞാൻ എങ്ങനെ നെല്ലിട്ട് വിളവായി കൊയ്യാറായപ്പോ ആവുമെന്ന് പറയാം എന്റെ ഭൂമി ഞെടും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിൽ 10 ദിവസം കൂടെ നിന്നാലേ ഇതിന്റെ മൂപ്പെന്താവുള്ളൂ, കറക്റ്റ് ആവുകയുള്ളൂ താനും. മനസ്സിലായോ? അതിനു മുമ്പ് കൊയ്താലോ നമ്മളെ കൃഷി നഷ്ടപ്പെട്ടു, നമ്മളിറങ്ങിയ വിത്തിന് പൈസ നഷ്ടം വരും. എന്നപ്പോ എന്ത് ചെയ്യും? മുഴീറാണെങ്കിലോ ഇങ്ങോട്ട് നടക്കാന്ന് പറയുന്നു, എന്താ ചെയ്യും? അങ്ങനെ ഇപ്പോ ഒരു ഭൂമി ഒരാൾ വാടകയ്ക്ക് കൊടുത്ത് വായ്പ കൊടുത്തപ്പം ആ ഭൂമി കൃഷി ചെയ്യാനും വായ്പ കൊടുത്തു. ഈ കൃഷി കൊയ്യുന്നവരെ ഈ മുഴീർ സഹിച്ചാലേ പറ്റുകയുള്ളൂ. അതാണ് പറയുന്നത്. മനസ്സിലായോ? ഫൈൻ റജ അപ്പൊ അവനങ്ങ് മടങ്ങി. ആര്? മുഴീർ മടങ്ങി. ഖബല വഖത്തിൽ ഹസാദി കൊയ്ത്തിന്റെ സമയമാവുന്നതിന് മുമ്പ്. ഹസാദ് കൊയ്ത്ത്, വിളവെടുക്കൽ എന്നൊക്കെ പറയാം. എന്നാ ബഖിയ അത് ബാക്കിയാകും. ഏത്? ആ മുആറായ ഭൂമി ബാക്കിയാകും. ഇലൽ ഹസാദ്. പക്ഷെ ഒരു കാര്യം, ലാകിൻ ബി ഉജ്റത്തിൻ, അല്ല അത് ഉജറത്തോടു കൂടിയാകും. വേണ്ട ഇത്തരം നാളിലെ വാടക നമ്മൾ കൊണ്ടുവരും. ഈ ചോദിച്ച ദിവസം മുതലുള്ള വാടക എപ്പോഴും അതിന ഈ മുഴുവൻ അനുവാദം കൊടുത്താൽ മുത്തലക്കം നിരുപാധികം എന്ന് പറഞ്ഞില്ല. ഉജറത്ത് കൂടാതെ നിൽക്കും. അതിന് അവൻ അനുവാദം കൊടുത്തു. മുഅയ്യനിൻ ഫസറാകും. നെല്ല് കൃഷി ചെയ്യാനാ പറഞ്ഞേ. നെല്ല് കൃഷി ചെയ്താൽ എല്ലാവർക്കും അറിയാം അതിന്റെ വിളവെടുക്കാൻ ഇത്ര മാസം വേണമെന്ന്. അപ്പൊ അതിനു മുമ്പ് വന്ന് ചോദിച്ചാലോ കൊടുക്കണ്ട, വാടക കൊടുക്കണോ? അതും വേണ്ട. മറ്റേതല്ല, കൃഷി ചെയ്തോളാനാ പറഞ്ഞത്. അപ്പൊ ഏതും കൃഷി ചെയ്യാം, അവിടെ ഒരു മുഅയ്യനില്ല, എന്തും കൃഷി ചെയ്യാം. മനസ്സിലായില്ല? അവിടെ മുഴീറിന് തിരക്കണം, അന്വേഷിക്കണമെന്നില്ല ഇതെത്ര മാസം നിൽക്കുന്നൊക്കെ. അപ്പൊ മുഴീർ പറഞ്ഞു എന്റെ സാധനം തിരിച്ചെന്നാലേ പറ്റൂ. ആയിക്കോട്ടെ, കൃഷി എന്തായാലും കൊയ്തെടുക്കട്ടെ, അത് ഇന്ന് മുതലുള്ള വാടക നിനക്ക് തരാം. ആ വാടക കൊടുക്കേണ്ടി വരും. മുഅയ്യനാണെങ്കിൽ കൊടുക്കണം. കാരണം മുഅയ്യനാകുമ്പോൾ മുഴീറും മുസ്തഈറും നാട്ടാരും എല്ലാതും അറിഞ്ഞതാണ് ഇതിന്റെ വിളവെടുപ്പ് ഇത്ര ദിവസത്തിന്റെ ഉള്ളിലേ നടക്കുള്ളൂ. തിരിഞ്ഞാ അങ്ങനെ ബസറാവും. വൈകാല ഒരാള് പറഞ്ഞു വേണ്ട, യഗ്രിസ്, നീ ആ ഭൂമി ഉണ്ട് അവിടെ നീ കൃഷി ചെയ്തോ, അല്ല കുഴിച്ചിട്ടോ. അവിബിനി, അല്ലെങ്കിൽ അവിടെ നീ എന്തെങ്കിലും കെട്ടിടമുണ്ടാക്കിക്കോ. എന്നിട്ട് തുമ്മ രാജ അവനങ്ങ് മടങ്ങി. ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുക. എന്നാലും എന്ത് ചെയ്യും? വേണ്ട അവിടെ നോക്കണം. ഫൈങ്കാന മുഴീറാണെങ്കിൽ ഷറത്ത നിബന്ധനയാക്കി അലൈഹി മുസ്തഈറിന്റെ മേൽ അൽ ഖൽഅ. എടാ അവിടെ പോയി എന്തെങ്കിലും നീ അവിടെ ഒരു കുടിലെട്ടി താമസിച്ചോടാ, പക്ഷെ ഞാൻ പറയുമ്പോ മാറി തരണം. അല്ലെങ്കിൽ അവിടെ നീ വൃക്ഷം നട്ടോ, പക്ഷെ ഞാൻ പറയുമ്പോ പിഴുതരണം. അപ്പൊ ഇനി അവൻ എപ്പോ പറയുമെന്ന് നമുക്കറിയാൻ പറ്റുമോ? അപ്പൊ അതിനനുസരിച്ചുള്ള വൃക്ഷമേ നമ്മൾ നടാവൂ. അതിനനുസരിച്ചുള്ള എടുപ്പേ നമ്മൾ എടുക്കാവൂ. മനസ്സിലായില്ലേ? നിബന്ധന വെച്ചാൽ കല പിഴയണം. വേണ്ട വെയിലം യശ്രിത്ത് മുഴീർ നിബന്ധന വെച്ചില്ല. ഫഖ്താറൽ മുസ്തഈറു അൽ ഖൽഅ. മുസ്തഈർ ആയിക്കോട്ടെ ഞാൻ നിർത്തോളാം, എന്നാ കല പിഴുതോണ്ട് പോകണം. വേണ്ട ഫൈലം യഖ്തർ, അവനൊന്നിനെയും തിരഞ്ഞെടുക്കുന്നില്ല. എന്നാ ഫൽ മുഴീർ വായ്പ കൊടുത്തവൻ ബിൽ ഖിയാരി, ഖിയാറിന്റെ ഇടയിലാണ്. എങ്ങനെ ഖിയാറ്? അതവിടെ എന്നോട്ടെ, പക്ഷെ ഇന്ന് മുതലുള്ള വാടക കിട്ടണം, അല്ലെങ്കിൽ വേഗം പിഴുതുകൊണ്ടിരിക്കോ. എന്താ അവ പിഴുതുമ്പോ എനിക്ക് നഷ്ടമല്ലല്ലോ, എന്നാ നഷ്ടപരിഹാരം പിടിച്ചോ. അതാരും കൊടുക്കണം? മുഴീർ കൊടുക്കേണ്ടി വരും. ശരിഞ്ഞാ? അതിനാണ് നമ്മളെ നിയമം. ഫൽ മുഴീറു ബിൽ ഖിയാരി ബൈന തബ്ഖിയത്തിഹി ബി ഉജ്റത്തിൻ. ആ അവിടെ എടുത്തതിനെ, ആ മുആറ സാധനത്തിൽ എടുത്തതിനെ ബാക്കിയാക്കുന്നതിന്റെ ഇടയിലും ബൈന ഖൽഇഹി അതിനെ പിഴുതു മാറ്റുന്നതിന്റെ ഇടയിലും. എന്തോടുകൂടെ പിഴുതു മാറ്റുന്നു? വളമാനി അർശി മാ നഖസ ബിൽ ഖൽഇ. പിഴുകൽ കൊണ്ട്
എന്ത് വരുന്നുണ്ട്? ന്യൂനത വരുന്നുണ്ട്. അതിന് ഉത്തരവാദിയാകലോടുകൂടെ അതിന് ഉത്തരവാദിയാകും, മുഴീർ ഉത്തരവാദിയാകും. പിന്നെ അപ്പൊ ഒരാള് ഇയാൾക്ക് എന്ന് മടങ്ങാൻ പറ്റുമെന്ന് അടുത്ത ചോദ്യം. ഞാനൊരു സാധനം ഒരാൾക്ക് കൊടുത്താലേ എനിക്ക് എന്തെങ്കിലും മടങ്ങാൻ പറ്റുമോ ഉസ്താദ് അതിനകത്ത്? അത് കൊടുത്ത സാധനം എന്താന്ന് നോക്കും, എന്തിനു വേണ്ടിയാ കൊടുത്തതെന്ന് നോക്കുമ്പോൾ മയ്യ അടക്കാൻ വേണ്ടിയാണ് ഭൂമി വാടകയ്ക്ക് കൊടുത്തത്. മയ്യ അടയ്ക്ക് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു ചോദിക്കണ്ടേ? എന്നാ തിരിച്ചു ചോദിക്കണ്ടേ? ആ മയ്യം ഒരു സാധാരണ ഈ നാട്ടിൽ ഒരു മയ്യത്ത് വെച്ചാൽ എത്ര നാളിരിക്കും അത് നുരുമ്പിപ്പോകാൻ? അത്ര നാൾ കഴിഞ്ഞിട്ടേ ചോദിക്കാവൂ. മനസ്സിലായില്ല? ചോദിക്കാനോ അറിയാനുണ്ട്. വലഹുറുജു, ഈ മുഈറിന് അനുവാദനമാണ്. അറുജു മടങ്ങാം, ഫിൽ ഇആറത്തി, ഇആറത്തിൽ മടങ്ങാം, മത്താ ഷാവൻ ഉദ്ദേശിക്കുന്നു. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഉഴുതു മാറ്റിക്കോ, നഷ്ടപരിഹാരം പിടിച്ചോ, അല്ലെങ്കിൽ ഇവിടെ പറ്റില്ല, വാടക തന്നുകൊണ്ടിരിക്കണം, ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മയ്യ അടക്കാനാണെങ്കിലോ ഇല്ലാ ഈ ഉഴീറ, വായ്പ കൊടുത്താൽ ഒഴിച്ച് അറുതൽ ഭൂമിയെ ലിദ്ദഫനിയും മയ്യവാടിക്ക് വേണ്ടി ഇന്നഹു അവൻ ലാ യർജു, അതിൽ മടങ്ങാൻ പാടില്ല. മാലം യബിലൽ മയ്യിത്തു, മയ്യിത്ത് നേരെ നിരുമ്പിപ്പോകുന്നത് വരെ. தெரிഞ്ഞ അപ്പൊ ഞാനൊരു ബൈക്ക് വാടകയ്ക്ക് എടുത്തോണ്ട് പോയി, നശിച്ചു പോയാലോ? പൈസ കൊടുക്കണ്ടേ? വാടകയ്ക്കല്ല, വായ്പ വേണ്ട. ഞാൻ ബൈക്ക് ഓടിക്കാനല്ലേ എടുക്കുന്നേ. ഓടിച്ചപ്പോ എന്തായിപ്പോ? നഷ്ടപ്പെട്ടു പോയതാണ്. ഓടിച്ചപ്പോ അത് ഇല്ലാതായിപ്പോയതാണ്. എനിക്ക് അനുവാദം തന്ന ഓടിക്കലേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ. ഞാനിപ്പോ കൊടുക്കണ്ട. അല്ല, അനുവാദം ഇല്ലാത്ത രീതിയിൽ അതിന് പെരുമാറിയതാണെങ്കിലോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. വേണ്ട ബസ്.